ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി സിറ്റുവേഷൻ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിൽ റിപ്പീറ്റായിട്ട് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? അവരുടെ തോട്ട്സുകൾ എന്തൊക്കെയാണ്? അവയർനെസ് വന്നിട്ടുണ്ട്. അവരുടെ സിറ്റുവേഷൻ എന്താണ്? എന്താണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്? എലോൺ ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള കാർഡ്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻസ് എന്താണ്, കറൻറ്റ് എനർജി എന്താണ്, അവരെന്താണ് ചിന്തിക്കുന്നത്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻഡക്കിൾ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എലോൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അവർ ഒറ്റയ്ക്കാണുള്ളത്. ഇപ്പം അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും ആളുകൾ ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടെങ്കിലും ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇപ്പം അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കൂടെ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ആ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കെയറിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ അവരുണ്ടായിരുന്ന ആ ഒരു ടൈമിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒറ്റപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ പേഴ്സൺ ഇപ്പം. ഓക്കെ, ആൻഡ് ഫസ്റ്റത്തെ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത് അവയർനെസ് എന്ന കാർഡാണ്. അതായത് ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ബോധം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പിക്ചർ കണ്ടോ? എന്തൊക്കെയോ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ഇപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും അല്ല ശരി, ഇതൊന്നും അല്ല, നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് ഇപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് അവയർനെസ് എന്ന കാർഡ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 2 ഓഫ് പെൻഡക്കിൾ എന്നൊരു കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് കാണുന്നത്. എന്തോ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. ഇത് തേർഡ് പാർട്ടി ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിലുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മേ ബി അവർ കൺട്രോൾഡ് ആയിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ അതിൽ കൺട്രോളായി നിൽക്കുന്നുണ്ടാകാം. അതുകൊണ്ട് അവർക്ക് ചെറിയൊരു ജഗ്ലിങ് അല്ലെങ്കിൽ ബാലൻസ് ഇല്ലായ്മ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അവരെല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒറ്റപ്പെട്ടൊരു അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. എന്തോ ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി വരെ അവർക്ക് ഉണ്ട്. അപ്പം എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ പേഴ്സൺ ഇപ്പം ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു സ്ഥാനം
അതായത് നിങ്ങളുടെ ആ ഒരു സ്ഥാനം അവർക്ക് വേറൊരാൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അവർ കമ്പയർ ചെയ്ത് നിങ്ങളല്ല ബെറ്റർ എന്ന് പറഞ്ഞു പോയതായിരിക്കാം, വേറെ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പം അവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ തന്നെ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഒരു സ്ഥാനത്ത് വേറൊരാളെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. പാസ്റ്റിൽ നിങ്ങളുടെ പാസ്റ്റ് കാര്യത്തിലെല്ലാം അവർ സ്റ്റക്കായി നിൽക്കുകയാണ്, ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 5 ഓഫ് കപ്സ് എന്ന കാർഡാണ്. സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ചിലരുടെയെങ്കിലും കാര്യത്തിൽ ഇപ്പോഴും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഇതൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിലും അവരുടെ തോട്ട്സിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവയർനെസ് വന്നിട്ട് പോലും ഈ പേഴ്സൺ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു അവോയ്ഡ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളെക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, അത് പാരൻസ് അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഇവർക്ക് അവിടേക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരിപ്പോഴും ഇതെല്ലാം ആലോചിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ പേഴ്സണ് വരാൻ പറ്റാതെ ഇപ്പോഴും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് ഇവർ മാറി നിൽക്കുന്നത്. ബട്ട് അവർ പാസ്റ്റിൽ സ്റ്റക്ക്ഡ് ആണ്. നിങ്ങളുടെ കാര്യങ്ങൾ, മെമ്മറീസ്, ഇവിടെ എഗെയിൻ 9 ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. കൺഫർമേഷൻ ആണ്. പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും മെമ്മറീസ് അവരെ ഇങ്ങനെ മെൻ്റലി ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം ഈ പേഴ്സൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ അവരെ ഇങ്ങനെ എന്താ പറയുക, ഈ കാക്കകൾ വന്ന് കൊത്തി വലിക്കുന്നത് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് മിസ്സിങ് എനർജിയാണ്. ഓക്കെ, 10 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ ചിന്തകളിൽ മെയിനായിട്ടും നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് അവർ പ്ലേസ് ചെയ്തു പോയി. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആണ് എന്നുള്ളത് ഇപ്പോഴാണ് അവർ മനസ്സിലാവുന്നത്. അത്രത്തോളം വാല്യൂ ഉള്ളതായിരുന്നു എന്നുള്ളത് നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അവരെടുത്തൊരു ഡിസിഷൻ തെറ്റായി പോയി എന്നുള്ളൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പം നിങ്ങളെ ഫാമിലി ആയിട്ടാണ് ഇവർ, മേ ബി ഇത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്താണെങ്കിലും ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് അവർ ആഗ്രഹിച്ചത് തന്നെയാണ്. ഇപ്പം അവരത് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു പാർട്ട്ണർ ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, അവരങ്ങനെ തന്നെയാണ് നിങ്ങളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏതോ ഒരു സമയത്ത് കൈവിട്ടു പോയി, ഏതോ ഒരു സമയത്ത് അവർ ചേഞ്ച് വന്ന് എന്തോ സംതിങ് ഇതായിപ്പോയി. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇതൊരു കർമ്മയുടെ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ കർമ്മ സൈക്കിളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു പ്രതിഫലം കിട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. ആ പാഠങ്ങളൊക്കെ പഠിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇവിടെ അവർക്കൊരു അവെയർനെസ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സണ് അങ്ങോട്ടൊന്നില്ല ഇങ്ങോട്ടൊന്നില്ലാത്തൊരവസ്ഥയാണ്. അതായത് മേ ബി ഈ തേർഡ് പാർട്ടികളായിട്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സൺ കരുതി നിങ്ങളെ വിട്ടിട്ട് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. പക്ഷെങ്കിൽ അതായത് നിങ്ങളെക്കാൾ കൂടുതൽ അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബെറ്റർ ഓപ്ഷൻ ആണ് അത് എന്നുള്ള രീതിയിൽ പോയതായിരിക്കാം. പക്ഷെ അവർക്ക് ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അല്ല, അങ്ങനെയല്ല. കാരണം തെറ്റ് ചെയ്തു പോയോ, തൻ്റെ ഡിസിഷൻ തെറ്റായി പോയോ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയത് അല്ലെങ്കിൽ ഞാൻ മൂവ് ഓൺ ചെയ്ത് വന്നതൊക്കെ ഇപ്പം ഒരു തെറ്റായി പോയോ എന്നൊക്കെയുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുക, നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇപ്പം അവർക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതായത് ആദ്യം ഉണ്ടായിരുന്നതും ഇല്ല എന്നാൽ ഇപ്പോൾ ഉള്ളതും ഇല്ല. എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി ഇപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടാകാം ഈ പേഴ്സണ്. അതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് അവർ ആലോചിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മ എന്തായാലും അവർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആ സൈക്കിളിലൂടെ അവർ കടന്നു പോകുന്നു അല്ലെങ്കിൽ കടന്നു പോയി കഴിഞ്ഞു. അവയർനെസ്, ബോധം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫ്രണ്ട്ലി എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പം അവർ എല്ലാം റിഗ്രറ്റ് ചെയ്ത് ആലോചിക്കുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മേ ബി ഇത് നിങ്ങളുടെ ഫ്രണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ. അതായത് നമ്മൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ
ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതായിരിക്കാം സംതിങ്. എന്താണെങ്കിലും അതൊക്കെ ഇപ്പം അവർക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്, നല്ല രീതിക്ക് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അവർ ഭയങ്കര ടയേർഡാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പം ആരുമില്ല, ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പ്രസൻസ്, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് അവർക്ക് കിട്ടുന്നില്ല. സോ ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി ഒന്ന് നോക്കാം ഗൈഡൻസിനായിട്ട്. 6 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം സെൽഫ് ലവിലേക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ പോയിട്ടുണ്ടാകാം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളൊരു കാർഡാണിത്. സോ ഹാപ്പിനെസ് നിങ്ങൾക്കിപ്പം വരുന്നുണ്ടാകാം. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകാം. ഓക്കെ, അതായത് സെൽഫ് ലവിലേക്കോ അല്ലെങ്കിൽ ഒരു സെൽഫ് കെയറിലേക്കോ നിങ്ങൾ പോയിട്ടുണ്ടാകും. സെൽഫ് റെസ്പെക്റ്റ് ഇപ്പം നിങ്ങൾ കൊടുക്കുന്നുണ്ടാകാം. എന്തായാലും ഇപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു മെച്യൂരിറ്റി വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സംടൈംസ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ ഓർമ്മയിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇവിടെ ഭൂരിഭാഗം പേരുടെ എനർജിയിലും ഒരു മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം ഈ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന എനർജിയിൽ ചിലപ്പം ഈ പേഴ്സണ് അത് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ ഇവിടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ വിട്ടിട്ട് പോയി എന്നുള്ള പൂർണ്ണൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ടാകാം. ഇനി കിട്ടില്ല അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ. അതായിരിക്കാം തെറ്റായി പോയോ ഡിസിഷൻ എന്നൊക്കെ അവർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം മൂവ് ഓൺ ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത്, അതായത് ഈ പേഴ്സണെ വിട്ടു പോവുക അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു എനർജി, അവരുടെ ഒരു ചേസിങ് എനർജിയൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ റെസ്പെക്റ്റ് വിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവ് വിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ എനർജി ബ്ലോക്ക് എനർജിയാണ്. നിങ്ങൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മൂവ് ചെയ്യുക. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളിലേക്ക് തന്നെ വരും. ഓക്കെ, ഈ പേഴ്സൻ്റെ എനർജിയിൽ ഇവിടെ അവർ ടയേർഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ എനർജിയാണ് അവർ മിസ് ചെയ്യുന്നത്. ആ ഒരു പ്രസൻസ്, നിങ്ങളുടെ പ്രസൻസ് അവർ മിസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടാകാം, നിങ്ങൾ അവരുടെ എനർജി വിട്ട് കളഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഈ റീഡിങ് ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.